അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊഴുത്ത് ക്ലീനിങ് ആണ് കേട്ടോ. തൊഴുത്ത് ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പശുക്കളുടെ ചാണകമൊക്കെ ഞാൻ കോരി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ചൂലുണ്ടല്ലോ, അകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു ചൂല് ഞാൻ ഇപ്പോൾ തൊഴുത്തിലാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ചൂലെടുത്ത് അടിച്ച് കളയും കേട്ടോ. അപ്പോൾ അല്ലാതെ കഴുകാറില്ല കേട്ടോ. കഴുകൽ ലാസ്റ്റ് പശുക്കളൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കഴുകുക. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. രാവിലെ നമ്മൾ പശുവിൻ്റെ ചാണകമൊക്കെ കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ പശുക്കളുടെ കറവയൊക്കെ കഴിഞ്ഞ് അവരുടെ ഫുഡൊക്കെ കഴിഞ്ഞ് അവരെ പുറത്തോട്ട് കിട്ടിയതിന് ശേഷം പിന്നെ എൻ്റെ സൗകര്യത്തിന് എൻ്റെ പണി മോശമാക്കി ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുക്കളുടെ ഫാം ക്ലീനിങ് എളുപ്പമാണ്. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെ ക്ലീൻ ചെയ്യണേന്ന്. റെഡി. ഇപ്പം ഇങ്ങനെ കേട്ടോ പശുക്കളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊഴുത്ത് കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മിക്കവാറും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചൂല് വെച്ചിട്ട് ഞാൻ ചാണകമൊക്കെ കോരി മാറ്റിയതിന് ശേഷം ഈ ചൂല് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ അടിക്കണത്. ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാനിങ്ങനെ അടിക്കണം. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്ത് അടിക്കുക. അങ്ങനെ അടിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകാറ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈനേജിൽ പോയി തിങ്ങി നമുക്കുള്ള ഇരട്ടി പണിയാവില്ല. ഡ്രൈനേജ് നമുക്ക് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്താൽ മതി. അതിനകത്തുനിന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഡ്രൈനേജ് നിറയുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ തൊഴുത്തിങ്ങനെ ക്ലീൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈ പശുക്കളെ വളർത്തുന്നത് തന്നെയാട്ടോ നമുക്ക് ലാഭം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പശുക്കളുടെ പാലും ഈ പശുക്കളുടെ പാല് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ തന്നെ നമുക്ക് റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഏകദേശം 5 ഇപ്പം നമ്മുടെ പശുക്കളെ സംബന്ധിച്ച് ചിലപ്പോൾ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ മിക്കവാറും പശുക്കൾക്ക് ഇപ്പോൾ 2 നേരം കൂടി ചിലപ്പോൾ 6 ലിറ്റർ പാലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് കേട്ടോ പറയണേ. അപ്പോൾ 6 ലിറ്റർ പാലുണ്ടാവുന്ന പശു ആണെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു 3 മാസത്തോളം ഈ ഒരു 6 ലിറ്റർ പാല് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് 6 ലിറ്റർ നമ്മൾ 100 വെച്ചാൽ കൊടുക്കണമെങ്കിൽ നമുക്ക് 600 രൂപയായി. അതേസമയം മറ്റേ HF ജേഴ്സി പശുക്കളുടെ പാല് മിക്കവാറും ഒരു 12-15 ലിറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിലും ഇവരുടെ പാല് കുറഞ്ഞു വരും. അപ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മെഡിസിൻ എടുക്കും. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പാല് കുറയും. അത് കഴിഞ്ഞ് പിന്നെ പാല് കയറി വരണമെങ്കിൽ പിന്നെയും കഴിയണം. 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വീണ്ടും ആ പശുക്കൾക്ക് പാല് കയറി വരുള്ളൂ. ഇത് ഞാൻ വളർത്തിയുള്ള ഒരു അനുഭവമുള്ള കേട്ടോ. ഓരോരുത്തരിങ്ങനെ ഞാൻ വളർത്തിയിട്ടുള്ള അനുഭവമല്ല, അപ്പോൾ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പറയണതാണ്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ മെഡിസിന് നല്ല പൈസയാണ്. നമ്മുടെ പശുക്കൾക്കെന്ന് പറഞ്ഞാൽ മെഡിസിൻ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ബൈ ചാൻസ് വയ്യാതെ വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പശുക്കൾക്ക് അങ്ങനെ ഒരു മെഡിസിൻ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഡോക്ടറെ എപ്പോഴും വിളിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ പശുക്കൾക്ക് വരാറില്ല. പിന്നെ പ്രസവത്തിനാണെങ്കിലും പ്രസവരക്ഷയ്ക്കാണെങ്കിലും ഒക്കെ ഒരുപാട് മരുന്ന് HF ജേഴ്സി പശുക്കൾക്ക് കൊടുക്കും. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ പശുക്കൾ പുറത്ത് പുല്ല് പോയി കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കാൽസ്യം അങ്ങനെ കൊടുക്കണം നല്ലതാണെന്ന് പറയണതുകൊണ്ട് തന്നെ നമ്മൾ പ്രസവം കഴിയുമ്പോൾ ഒരു ബോട്ടിൽ കാൽസ്യം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മളങ്ങനെ ഒരു പ്രത്യേകം വേറെ മെഡിസിനുകളൊന്നും തന്നെ പശുക്കൾക്ക് കൊടുക്കാറില്ല. പിന്നെ നീറ്റുകക്കയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കൊടുക്കണം നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം അത് കക്ക അങ്ങനെ നമ്മൾ എടുത്ത് ചെയ്യാറില്ല. അതിന് പകരം നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ പശുക്കൾക്ക് നമ്മളിങ്ങനെ കാൽസ്യം ബോട്ടിൽ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഉള്ള ചിലവുകൾ മാത്രമേ നമ്മുടെ പശുക്കൾക്കുള്ളൂ. അല്ലാതെ മറ്റ് പശുക്കൾക്ക് പോലെയുള്ള മെഡിസിനോ ഇഞ്ചക്ഷനോ അങ്ങനെ ഒന്നും ആവശ്യം വരാറില്ല.
കുറച്ച് നേരം കൂടുതൽ എടുത്ത് ചീട് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ അടിച്ച് കഴുകി ക്ലീൻ ചെയ്തു. നമ്മൾ ഇതേ നമ്മുടെ ചേമ്പറും ക്ലീൻ ചെയ്തു കേട്ടോ. ചേമ്പർ ഒരു 2 ആഴ്ചയോളം അമ്മയുടെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മൾ ചേമ്പറൊന്നും ക്ലീൻ ചെയ്യണ്ടായില്ലായിരുന്നു. അപ്പോൾ ചേമ്പർ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ വെള്ളം സ്മൂത്തായിട്ട് അങ്ങോട്ട് ഒഴുകി പോണില്ല. അപ്പോൾ ഞാൻ ഇതെടുത്ത് ക്ലീൻ ചെയ്യേണ്ട വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മേത്ത് തെറിക്കാത്ത രീതിയിൽ എടുക്കണമല്ലോ. അപ്പോൾ അത് ഒരു കുഴമ്പൻ രീതിയിലായിരിക്കും കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ കോരി കളയണേ ചേമ്പറിൽ നിന്ന്. ഇത് കണ്ടോ, ഈ കപ്പ് ഞാനെടുത്ത് മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ആ ഒരു മൊനയൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അത് ഞാനത് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കണുള്ളൂ കേട്ടോ. തേച്ചൊന്നും കഴുകിയിട്ടില്ല. ചാണകമല്ലേ, നമുക്ക് ചാണകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ടൊക്കെ ചാണകം മെഴുകിയ ഒരു തറയിലല്ലേ നമ്മൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു ആ കപ്പ് ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ചാണകം അത്ര വലിയ അശുദ്ധിയുള്ള സാധനമൊന്നുമല്ല. പക്ഷേ ഞാൻ കൈകൊണ്ട് ചാണകം എടുക്കാറില്ല കേട്ടോ. കൈകൊണ്ട് എനിക്ക് എന്തോ എടുക്കുമ്പോൾ മേല് പൂത്ത് കയറണ പോലെ തോന്നും. എനിക്കത് ഇഷ്ടമല്ല. കാര്യം ചാണകം അറക്കരുതെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചാണകം കൈകൊണ്ട് തൊടില്ല. എനിക്ക് തൊടുമ്പോൾ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ഒരു ചൂടും ഒക്കെ വന്നത് എനിക്ക് എന്തോ ഇറിറ്റേഷനാണ്. ആ തരി പോലെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഈ അടിച്ച് വാരിയിട്ട് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴുത്തിലെ ചാണകം എന്ന് പറയണേ ഇതേ കണ്ടോ, ഇത് തൊഴുത്തിനോട് ചേർന്ന് തന്നെ കേട്ടോ ചാണകം കിടക്കണത്. അപ്പോൾ ടാങ്ക് ഇത് നമ്മളെ വണ്ടിക്കാർ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. പിന്നെ എന്ന് പറയുന്നത് പിന്നെ പരിസരമൊക്കെ ക്ലീൻ ചെയ്തിടണം. മസ്റ്റായിട്ട് നമ്മൾ പരിസരം ക്ലീൻ ചെയ്തിടണം. നമ്മുടെ ഇവിടെ എന്ന് പറയണ നമ്മൾ ഇതൊക്കെ ടൈലിട്ടേക്കണ കാരണം തന്നെ മഴക്കാലം വരുമ്പോൾ ഇവിടെ പശുക്കൾ നടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ ചെളിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫാം തുടങ്ങുന്നതിന് മുന്നേ ഇത് ഈ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചെളിയായിട്ട് കിടക്കുമോ, നമ്മുടെ പരിസരം വൃത്തികേടായിട്ട് കിടക്കുമൊന്നുമില്ല. വളർത്തുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരാൾക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു മൈൻഡ് അനുസരിച്ച് ഞാനൊക്കെ എന്ന് പറയണത് എനിക്ക് എപ്പോഴും അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കണം കേട്ടോ. ഒരുപാട് ക്ലീനായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ മറ്റേ എന്താ പറയുക സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ കിടക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ. നീറ്റായിട്ട് കിടക്കുക, അധികം സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുക. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ എല്ലാവരും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പരിസരമൊക്കെ ക്ലീൻ ചെയ്തിരുന്നത്. ഇപ്പോൾ പശു നമ്മൾ കിടക്കണ വരെ പശു ചാണകം ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ കോരി മാറ്റിയിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ അടുക്കള ഈ ബാക്ക് വശം നമ്മുടെ അടുക്കള ഈ ഫാമിനോട് ചേർന്നായതുകൊണ്ട് തന്നെ
നമുക്ക് അങ്ങനെയൊക്കെ കിടക്കണത് ഇഷ്ടമല്ല. അങ്ങനെ ചാണകം ഇടുമ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി മാറ്റും കേട്ടോ. ചിലപ്പോൾ എങ്ങാനും കാലിൽ കൊണ്ട് അവർ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 9:30 10:30 മിക്കവാറും 10:30 11 മണി വരെയൊക്കെ ഞാൻ ഉണ്ടാവും ഉറങ്ങാതെ. അപ്പോൾ ആ സമയമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിടും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റാലും നമ്മുടെ ഫാം വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. ശരിക്കും ഫാമൊക്കെ മിക്കവാറും ആളുകൾ വീടിനോട് ദൂരെ ആവുമ്പോൾ ഇതൊക്കെ പറഞ്ഞ നടപടി ആവില്ല. ഈ ക്ലീനിങ് എപ്പോഴും നമുക്ക് ഇരുട്ടത്തേ കൂടി ഫാമിലോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നടപടി ആവില്ല. പക്ഷേ ഇത് എൻ്റെ വീടിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ഞാൻ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. പിന്നെയെന്ന് പറയണ ചിലപ്പോൾ വീട്ടിൽ കറി വെച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ കറി വെക്കണം, ചിലപ്പോൾ 2 മണിയാകുമ്പോൾ ചിലപ്പോൾ വെക്കാറുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിസര ക്ലീനിങ് ഇങ്ങനെ ചിലപ്പോൾ ദീർഘനേരം പോകാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കറി വെക്കണതൊക്കെ ലേറ്റ് ആവും ചില സമയങ്ങളിൽ കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് മടിയൊക്കെ വരുമല്ലോ. ആ ഒരു സമയങ്ങളിൽ എൻ്റെ ഒരു പണി കുറേ അടുക്കള പണികളൊക്കെ ചിലപ്പോൾ കുറേ നീണ്ടു പോവും. പിന്നെ ചിലപ്പോൾ പെരയടിക്കലൊക്കെ ഞാൻ വൈകുന്നേരങ്ങളിലാക്കാറുണ്ട് മിക്കവാറും. ചില സമയത്ത് രാത്രിയൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരി കിടക്കണതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഉച്ച വരെയൊക്കെ മക്കളുള്ള സമയത്ത് വീട് ക്ലീനായിട്ട് കിടക്കും. അതിന് ശേഷമാണ് പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാതിരുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. മിക്കവാറും തന്നെ ഞാൻ രാവിലെ അടിച്ചിടും. പക്ഷേ ചില ദിവസങ്ങളിൽ രാത്രിക്ക് ആവാറുണ്ട് അടിച്ച് വാരൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമിൽ കുറച്ച് ഡീപ്പായിട്ട് ക്ലീനിങ്ങിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചേമ്പറൊക്കെ ക്ലീൻ ചെയ്യലൊക്കെലോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുക്കള പണി കുറച്ച് പെൻഡിങ് വരാറുണ്ട്. പ്രധാനമായിട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ പെറ്റ് അനിമൽസിനെ വളർത്തുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. അതുപോലെ ലവ് ബേർഡ്സിനെ വളർത്തുമ്പോഴാണെങ്കിൽ ലവ് ബേർഡ്സിൻ്റെ ആ ഒരു കാട്ടമൊക്കെ താഴെ വീണ് കിടക്കണമൊക്കെ പിന്നെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം കുതിർന്ന് അപ്പം നമുക്ക് അങ്ങോട്ട് വശത്തോട്ട് നോക്കാൻ തോന്നില്ലാന്നേ. അതൊക്കെ ഒരു വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുക നന്നായിട്ട്. പിന്നെ ചില പട്ടികളൊക്കെ വളർത്തുന്ന വീടുകളിലോട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും പട്ടിയുടെ മണം ഉണ്ടാവും. അത് എല്ലാവർക്കും അത് പിടിച്ചൊന്നും വരില്ല. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ സ്ഥിരം ആ ഒരു സ്മെല്ലൊക്കെ അവർക്ക് അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് അതൊന്നും തോന്നില്ല. പക്ഷെ നമുക്കാണ് പുറത്തുനിന്ന് എന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. പൂച്ചേനെയാണെങ്കിലും ആ പൂച്ചയുടെ ആ രോമമൊക്കെ മിക്കവാറും ചില വീടുകളിലൊക്കെ അവരുടെ ശരീരത്ത് തന്നെ കാണാം ആ ഒരിത്. ഇപ്പോൾ ഞാനാണെങ്കിലും അതെ കേട്ടോ. പശുവിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ദേഹത്ത് അല്ലെങ്കിൽ ആ ഡ്രസ്സുമേയൊക്കെ നമ്മളുടെ രോമം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഈ ഫാമിലോട്ട് കടന്ന് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമ്മൾ മാറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ബെഡിലോട്ട് കിടക്കാനായിട്ട് നമ്മൾ നോക്കില്ല. ആ ഒരു ഡ്രസ്സിട്ട് മിക്കവാറും തന്നെ ചിലപ്പോൾ 2-3 ജോഡി ഡ്രസ്സ് ഞാൻ മാറാറുണ്ട്. ഫാമിലോട്ട് കടക്കാൻ നേരത്ത് നമുക്കത് അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചൊന്നും വരില്ല കേട്ടോ. ഈ പറഞ്ഞോണം നമുക്കൊന്ന് മുഷിഞ്ഞൊന്നാന്ന് വേർത്തുനിന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് മാറ്റും. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിൽ പണിയെടുക്കുന്നവരാകുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ല് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളപ്പോൾ പണ്ടത്തെ കാരണന്മാരൊക്കെ ഇങ്ങനെ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പറയുമ്പോൾ ഈ വീഡിയോയിലൊക്കെ നോക്കി പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ മോശമായിട്ടൊന്നും ചിന്തിക്കരുത്. ശരിക്കും നമ്മൾ നീറ്റായിട്ട് നടന്നാൽ മാത്രമേ നമ്മളെയും ഇഷ്ടപ്പെടുള്ളൂ ആളുകൾ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിൽ അയ്യോ അമ്മേ എന്തൊരു മണമെന്ന് പറയരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മൾ നീറ്റായിട്ടും നമ്മളും പരിസരവും ഒക്കെ നീറ്റായിട്ട് കൊണ്ടുപോകണം. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. നമ്മുടെ രാമൻ ഇവിടെ കിടക്കാട്ടോ. ഇവിടെ അമ്മ പുറത്തും മോനകത്തുമാണ്. അല്ലെങ്കിൽ അവനിങ്ങനെ നടന്നിട്ട് ഇതുപോലെ അവർ കിടന്നുറങ്ങണ സമയമാണ്. ഇതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ വല്ല കാട്ടിലൊക്കെ പോയി കിടക്കും. ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം പശുവിനെ നോക്കി നടക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കേട്ടോ പുറത്തോട്ട് വിടാത്തത്. ശരിക്കും ഇവൻ കുടിച്ച് നടക്കേണ്ട സമയമാണ്. ഒരു മാസമെങ്കിലും നന്നായിട്ട് കുടിച്ച് നടന്നാലാണ് ഇവർക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചേമ്പറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചേമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു 3-4-5 ദിവസം എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച ആയതുകൊണ്ട് തന്നെ കേട്ടോ ഈ ചാണകത്തിൻ്റെ പൊടിയും അഴുക്കെല്ലാം കൂടി നമ്മുടെ ചേമ്പറിൻ്റെ അടിയിൽ വന്ന് കിടക്കും. ബാക്കി വെള്ളം മാത്രമാണ് ഒഴുകി പുറത്തോട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട്
ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കും, വെള്ളം പോവാനായിട്ട് ഭയങ്കര സ്ലോ ആവും. അപ്പം ഇങ്ങനെ കോരി മാറ്റേണ്ടി വരും. അപ്പോൾ കോരി മാറ്റുന്ന വീഡിയോ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇങ്ങനെ നമ്മുടെ വാഴ എന്ന് പറയുന്ന ഒരെണ്ണം കദളി വാഴയും ഒരെണ്ണം പൂവൻ വാഴയും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും. നമുക്ക് പ്രത്യേക ഒരു വളമായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ഇപ്പം നമ്മുടെ ഫാമിലെ രാവിലത്തെ പണികളും ക്ലീനിങ്ങും പരിസര ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടിൽ വാഷ് ചെയ്യാനുണ്ട്. പാല് കൊടുക്കണ ബോട്ടിൽ നമുക്ക് വാഷ് ചെയ്ത് കമത്തി വെക്കും കേട്ടോ, നമ്മുടെ ബോക്സുകളിലൊക്കെ ആക്കി. ഇനി ആ ഒരു പണിയും കൂടി നമുക്കുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ ഒരു ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ വരും. ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.